ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ അങ്ങനെ ഫാം കാണാനായിട്ട് വന്നിരിക്കുകയാണ്. ട്രാക്ടറിലാണ് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞങ്ങൾ കാർ പാർക്ക് ചെയ്ത് ട്രാക്ടറിലാണ് ഇവർ കയറ്റിക്കൊണ്ട് പോകുന്നത്. ഫാം ഇരിക്കുന്ന ബിൽഡിങ്ങിലോട്ട്. ഇത് അതിൻ്റെ ഉൾഭാഗം തന്നെയാണ്. 1400 ഏക്കേഴ്സിലാണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത്. ട്രാക്ടറിൽ ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ്. രണ്ട് വശത്തും ധാരാളം പുല്ല് നട്ട് വളർത്തിയിട്ടുണ്ട്. അത് ഇവിടുത്തെ പശുക്കൾക്കും ആടിനും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പുല്ല് വെട്ടി ഉണക്കി നമ്മൾ വക്കൽ ഉണക്കി കൊടുക്കും പോലെ ഉണക്കി പുല്ല് ഉണക്കി അവർ കൊടുക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് അവരുടെ ഭക്ഷണം കൊടുക്കുന്നത്. അതിന്റെ ബിൽഡിങ് ഇവിടെയാണ് വന്ന് ട്രാക്ടർ നിന്നത്. ഞങ്ങൾ ഇവിടെ ഇറങ്ങി. അതാണ് ഇതിന്റെ ആദ്യത്തെ ബിൽഡിങ്. ഈ ആദ്യത്തെ ബിൽഡിങ്ങിൽ തന്നെയാണ് ഒരു പശുവിനെയും രണ്ട് കുട്ടികളെയും 3 ഷീപ്പിനെയൊക്കെ നിർത്തിയിരിക്കുന്നത്. അപ്പൊ ഇതെന്താ ഇവിടെ നിർത്തിയിരിക്കുന്നതെന്ന് കേട്ടപ്പോൾ ഇവിടെ ചീസ് ഉണ്ടാക്കുന്ന സ്ഥലമാണ്. ചീസ് ഉണ്ടാക്കുന്ന ഫാക്ടറി ആണിത്. ഇത് ചീസ് ഇങ്ങനെയാണ് ഒഴിച്ചുണ്ടാക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇതെന്താന്ന് കേട്ടപ്പോൾ അവര് പറയാണ്, ഇന്ന് നമ്മുടെ കഷ്ടകാലം എന്ന് പറയട്ടെ, ഇന്ന് പശുക്കളെ കൂടുതൽ കാണാൻ പറ്റില്ല. അവർക്ക് വാക്സിൻ എടുക്കുന്ന ദിവസം ക്ലീനിങ് ആണ്, അങ്ങോട്ട് ആരെയും വിടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ നിന്ന് ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചത്. 3 ഷീപ്പ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾ ആട് എവിടെയാണെന്ന് പറഞ്ഞുകൊണ്ട് ആടിന്റെ സ്ഥലത്തോട്ട് പോയി. അപ്പോൾ ആടിനെ പരിപാലിക്കുന്ന ആള് ഒരു 2-3 ആടിനെയും കൊണ്ട് മേയ്ക്കാൻ മേളിലോട്ട് പോവുകയാണ്, കുന്നിൻ മേളിലോട്ട് പോവുകയാണ്. വേണമെന്നുള്ളവർക്ക് കൂടെ പോകാം. ഞങ്ങളും കൂടെ നടന്നു. അങ്ങനെ കുന്നിൻ മേളിലോട്ട് പോവുകയാണ്. അപ്പൊ പോകുന്ന വഴിയിൽ തന്നെ ഈ ആടുകള് ഇലയും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇങ്ങനെ കഴിച്ച് പോവുകയാണ്. പക്ഷെ അവർ ആ കൂട്ടം തെറ്റി ഒന്നും പോകുന്നില്ല. ഞങ്ങൾ കുന്നിൻ മുകളിലെത്തി. ലേക്ക് അവിടെ കാണാം. ഇവിടെ ഇരുന്ന് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് തിരിച്ച് അതേ വഴിയല്ല, വേറൊരു വഴിയിൽ കൂടി ഞങ്ങൾ തിരിച്ചിറങ്ങി വന്നപ്പോൾ ഇവിടെ കോഴികളുടെ ഏരിയയാണ്. ഇവിടെയാണ് കോഴിയെ നിർത്തിയിരിക്കുന്നത്. ഇത് കോഴികൾ ഒരുപാടുള്ള ബിൽഡിംഗ് ആണ്. അവിടെയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പൊ ബാക്കിൽ വന്നപ്പോൾ ഇതൊരു രസമോ കൗതുകവും ഒക്കെ തോന്നി. കോഴികൾ ഈ ഹോളിൽ കൂടി ഇറങ്ങി വന്ന് വെള്ളം കുടിക്കുന്നു, പുല്ല് കൊത്തി തിന്നുന്നു. ചോദിച്ചപ്പോൾ പറഞ്ഞു അവർക്ക് ഇങ്ങനെ വന്ന് ചെയ്യാനുള്ള സ്ഥലമാണിത്. ഒരു കോഴി വന്നു എന്നും പറഞ്ഞ് എല്ലാ കോഴികളും വരുന്നില്ല. ആവശ്യമുള്ള കോഴികൾ വന്ന് ചെയ്യുന്നു, തിരിച്ചു കയറി അവർ പോകുന്നു. നല്ല ട്രെയിനിങ് അല്ലേ. നല്ലൊരു രസം തോന്നി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഇതിൽ കയറി, ട്രാക്ടറിൽ കയറി വീണ്ടും ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. രണ്ട് വശത്തും ഇങ്ങനെ പുല്ല് വെട്ടി ഉണക്കി ഇട്ടൊക്കെയാണ്. അത് നല്ല രസമാണ് കാണാൻ കേട്ടോ. ഇങ്ങനെ ഹോളായിട്ട് കെട്ടി വെക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഇനി ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ബനാൻജെറി ഐസ്ക്രീം എന്ന് പറയുന്ന ഒരു ഫാക്ടറിയിലോട്ട് പോവുകയാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇത് US-ലെ നമ്പർ 1 ഐസ്ക്രീമുകളിൽ ഒന്നാണിത്. ഇവിടെ കയറി. ഇവിടെയും നമുക്ക് വീഡിയോയും ഫോട്ടോയും ഒന്നും അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല. പോയി കാണാം. ഞങ്ങൾ കണ്ടു. വലിയ ബാരൽ, അതൊക്കെ എത്രയോ അടി പൊക്കത്തിന് ഇങ്ങനെ സ്തൂപം പോലെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. അതിലാണ് പാല്, പിന്നെ ഷുഗർ, ഇതൊക്കെ വെബ് ക്രീം ഇതൊക്കെ നിറച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. ഇത് വേറൊരു രസമാണ് ഇവിടുത്തെ. ഒരു ഫ്ലേവർ ഇവർ നിർത്തലാക്കുമ്പോൾ അത് ഏത് വർഷം തുടങ്ങി, ആര് തുടങ്ങി, എന്ന് നിർത്തലാക്കി എന്നുള്ളത് കല്ലിൽ കൊത്തിവെച്ച് ഇങ്ങനെ ഒരു ശ്മശാനം പോലെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പൊ അത് വന്ന് ഇവിടെ ഒരു ചെറിയ മ്യൂസിക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങളൊരു ഐസ്ക്രീം വാങ്ങിച്ചു. ഞാൻ 2 സ്പൂൺ ഐസ്ക്രീം കഴിച്ചു. പിന്നെ ഞങ്ങളുടെ ട്രിപ്പ് കഴിഞ്ഞിട്ട് തിരിച്ച് ന്യൂജേഴ്സിലോട്ട് യാത്ര തിരിക്കുകയാണ്. ഞങ്ങളുടെ ട്രിപ്പ് ഇന്നത്തോടെ കഴിയുകയാണ്. 5 ഡേയ്സ് ട്രിപ്പ് കഴിഞ്ഞു. മോൻ കാർ ഓടിക്കുന്ന കണ്ടോ? സ്റ്റിയറിംഗ് പിടിക്കാതെയാണ് കാർ ഓടിക്കുന്നത്. ഈ കാർ എങ്ങനെയാണ് ഓടിക്കുന്നത്? പിന്നെ എന്തെങ്കിലും കൂടുതൽ വണ്ടികളൊക്കെ വരുമ്പോൾ ഒന്ന് നോക്കുക. കാറ് തന്നെ ഒരു സൗണ്ട് കൊടുക്കും. അപ്പോൾ ഒന്ന് പിടിക്കും, അത്രേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് കഴിഞ്ഞു. ഇനി പുതിയ വീഡിയോകളുമായിട്ട് നമുക്ക് ഇനിയും